ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും സങ്കീർണമായ ചുമതല അല്ലെങ്കിൽ ആ ദൌത്യം ഏറ്റെടുത്ത സ്കൂബ ടീം അംഗങ്ങൾ, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങളാണ് ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നത്. ഈ അതികഠിനമായ രക്ഷാദൌത്യമായിരുന്നു എന്നറിയാം. കാരണം ആ കാണുന്ന കാഴ്ചക്കാർക്കുൾപ്പെടെ അത് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ദൌത്യം? വളരെ ദുഷ്കരമായിരുന്നു. കാരണം നിങ്ങളെല്ലാം ഈ കേരള അല്ലെങ്കിൽ ലോക മലയാളികളും എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇത്രയും ഏറ്റവും അഴുക്ക് ചാലില് ഞങ്ങൾ ഇറങ്ങി ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചില്. ഇതിപ്പോ നമ്മുടെ ഒരു വലിയൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിന് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളൊന്നുമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു ചെയ്തത്. സാറായിരുന്നു ഇതിലൊരു നേതൃത്വം, സ്കൂബ ടീം അംഗങ്ങളെ ഉൾപ്പെടെ നിയന്ത്രിച്ചതാണ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാരണം? ഇവിടെ എത്തുമ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, നമ്മൾ കരുതിയ സാധാരണ ഒരു തോടിൽ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഡൈവ് ചെയ്ത് കണ്ടുകിട്ടുക എന്നുള്ള. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് പറയുന്നത് ഇത്രയും വലിയ ഒരു ടാസ്ക്കാണത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നപ്പോഴായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഫയർ സർവീസിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഏറ്റെടുക്കുന്നത് അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് എല്ലാ സ്കൂബ ഡൈവേഴ്സും നമ്മുടെ ജീവനക്കാർ എല്ലാവരും ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അതുതന്നെയാണ് ഇതിന്റെ പരിസമാപ്തിക്ക് കാരണമായത്. ഈ ഓരോ വിഷ്വലും കാണുമ്പോൾ ഈ കാഴ്ചക്കാരുൾപ്പെടെ പറയുന്നത്, കാരണം അതിന്റെ അടുത്തുകൂടി പോലും പോകാൻ പലപ്പോഴും ആളുകൾ അറയ്ക്കുന്ന അത്രത്തോളം ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇറങ്ങി ഇങ്ങനെ മുങ്ങിത്തപ്പി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. സ്ഥലം ഏതെന്നുള്ളതാൽ നോക്കിയിട്ടല്ല. രക്ഷ എന്താണ്, ആർക്ക് ഒരു ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെടുക്കുക, അത് അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. മാക്സിമം നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. നമ്മുടെ ഓഫീസേഴ്സ് അതിന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് തരുന്നു. നിങ്ങൾ എങ്ങനെയാണോ സ്വന്തമായി പ്രവർത്തിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് അവരുടെ ആ നിർദ്ദേശം നമുക്ക് കിട്ടിയത് നോക്കി പ്രവർത്തനത്തിന്. വേസ്റ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതെ, വേസ്റ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഇത് നിറയെ വേസ്റ്റാണ്. ആ വേസ്റ്റിന് ഇടയിലൂടെ വേണം, മുകളിലും താഴെയും വേസ്റ്റുള്ള ഒരിടത്തൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരിക എന്നൊരവസ്ഥ ഡൈവേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണത്. ഉള്ളിലേക്കൊക്കെ ഡൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു? ഇത്ര താഴ്ചയിൽ ഇതുവരെ, അതായത് താഴെ നിന്ന് കുറച്ച് അകലം വരെ മാത്രമേ വെള്ളമുള്ളൂ. ഒരു കേവ് ഡൈവിന്റെ ഫീലാണ്. മുകളിലെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ബെഡ്, വെയിറ്റുള്ള ഒരു ബെഡാണ് ഇരിക്കുന്നത്. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ് മൊത്തവും നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അതിപ്പോൾ 30 മീറ്റർ ഉള്ളിലാണെങ്കിൽ ഇതെല്ലാം വന്ന് നേരെ അടിയുകയും നമ്മളെങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല, അവിടെ ഇരുന്ന് പോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ബോഡി കിട്ടിയത് തകരപ്പറമ്പ് ഭാഗത്താണല്ലോ, അപ്പോൾ അത് അങ്ങ് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ചാടിയ സമയത്ത് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്തായിരിക്കും അങ്ങോട്ട് അത് ഒഴുകി പോകാനുള്ള ചാൻസ്. മഴ ഇതിനൊരു കാരണമായിരിക്കും. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നത് കാരണം അത്രയും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒഴുകി പോകാനും സാധ്യത ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, മാക്സിമം എല്ലാ സൈഡിലോട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. 100%. ടണലിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 120 മീറ്ററാണ്. 120. അപ്പോൾ ആ 120-ൽ നമ്മൾ ഓരോ പ്രദേശമായിട്ട് ആദ്യത്തെ ടണലിൽ നിന്ന് അതുവരെയുള്ള ദൂരം ഒരു 60 മീറ്ററായിട്ട് കണക്ക് കൂട്ടിയിട്ട് 30 ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തു, 30 അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തു, 2 ടണലിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് 40 ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പ്രദേശം 2 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആണ് ആ സെർച്ച്. ഈ സ്ഥലം കംപ്ലീറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് പറ്റുന്ന ഏരിയയിലെല്ലാം സെർച്ച് ചെയ്ത് അവിടെയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്. വേണു, ഈ സ്കൂബ ടീം അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ആളുകൾ ഇവർ തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ദൃശ്യങ്ങളിലും കണ്ടതാണ് ഇവർ എടുത്ത പരിശ്രമം എത്രത്തോളം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ അംഗങ്ങളും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജോയിയെ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഇവിടെ കൂടി എത്തിയിരിക്കുന്ന ഓരോ ആളുകളും ഈ സ്കൂബ ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ എല്ലാ സംവിധാനങ്ങളെയും വകുപ്പുകളെയും ഈ നാടൊന്നടങ്കം അഭിനന്ദിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വേണു, ശരി, രക്ഷാദൌത്യം എത്ര ദുഷ്കരമായിരുന്നു എന്നാണ് സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.